ധ്വനി പ്ലീസ് 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 ഞാൻ ഒന്ന് പറയട്ടെ, ഒന്ന് കേൾക്കൂ. ധ്വനി പ്ലീസ് 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 ഒന്ന് നിക്ക് ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറയട്ടെ. പറയാൻ സമ്മതിക്ക്. സ്റ്റോപ്പ്. എടോ, എന്താ തന്റെ പ്രശ്നം? അത് പറ. വിടാം. പക്ഷെ അതിനു മുമ്പ് താൻ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന ഉറപ്പ് തരണം. വീട്ടിലേക്ക് നീ ബാഡ് ടച്ച് ചെയ്തോന്ന് ഞാൻ കേസ് കൊടുക്കും. അയ്യോ, അപ്പൊ എന്നെ പേടിയുണ്ടല്ലേ? പിന്നെ ബാഡ് ടച്ച് എന്നൊക്കെ കേട്ടാ പേടിക്കാതിരിക്കാൻ പറ്റുമോ? ഇല മുള്ളിൽ വന്ന് വീണാലും മുള്ള ഇലയിൽ വന്ന് വീണാലും ഇന്നത്തെ കാലത്ത് മുള്ളിന്റെ കാര്യം പോക്കല്ലേ. കൂടുതൽ ഡയലോഗ് ഒന്നും നീ അടിക്കണ്ട. നിന്നോട് ഇനി ജന്മത്ത് മിണ്ടണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. എന്നാലും ഒരു ചെറിയ ഇളവ് തരാം. എന്താ നിനക്ക് പറയാനുള്ളത്? വേഗം പറ, എനിക്ക് പോണം. അത് പിന്നെ താൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ മൾട്ടി മില്യണറാണെന്ന് പറഞ്ഞ് ഞാൻ അതിനെ പ്രേമിച്ചൊന്നുമില്ലല്ലോ. ഞാൻ കാശുകാരനാണെങ്കിലും അല്ലെങ്കിലും തനിക്ക് ഒരു ദോഷവും ഇല്ല. എടോ, എന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെ ബാധിക്കും? അതിന്റെ പേരിൽ താൻ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ദരിദ്രവാസി ഫ്രണ്ട്സേ ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഒരു കോടീശ്വരനെ ഇപ്പൊ എനിക്ക് ഫ്രണ്ടായിട്ട് ആവശ്യം. കോടീശ്വരനായ ഒരാളെ കല്യാണം കഴിക്കണമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ ഫ്രണ്ട് ആക്കണമെന്ന് കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ കൂട്ടുകൂടുന്നത് കാശ് നോക്കിയല്ല. എനിക്കൊരാളോട് അടുപ്പം തോന്നിയാ അത് മാറ്റം വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതാവസാനം വരെ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തന്റെ പിന്നാലെ വരുന്നത്. ഒരു കാര്യം ചെയ്യ്, തന്റെ ദരിദ്രവാസി ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് എന്നെയും കൂട്ടിക്കോ. മാളു ചേച്ചിയും പറഞ്ഞത് നമ്മള് ഫ്രണ്ട്സായി തുടരണമെന്നാ. ആ ചേച്ചിക്ക് വിവരമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാലും അർജുൻ എന്നോട് കള്ളം പറഞ്ഞില്ലേ? നല്ല ഫ്രണ്ട്സ് തമ്മിൽ കള്ളം പറയാൻ പാടുണ്ടോ? കള്ളം പറഞ്ഞതിന് സോറി. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഓഹോ, പ്രായശ്ചിത്തമായി അർജുൻ എന്ത് ചെയ്യും? ഞാൻ എത്തൂടാ. മതിയാ? 1 2 3 4 5 6 7. മതി. ഇതാർക്ക് വേണം? ഇതൊന്നും അല്ല വേണ്ട. പിന്നെ ഏതായാലും ഞാൻ കാരണം തനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായില്ലേ? അതിന്റെ പ്രായശ്ചിത്തമായിട്ട് ഞാൻ തനിക്കൊരു ഉഗ്രൻ കോടീശ്വരനായ ഒരു ഫ്രണ്ടിനെ സെറ്റാക്കി തരാം. എന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ മൾട്ടി മില്യണേഴ്സ് ഉണ്ട്. എത്ര കോടിയുടെ വേണമെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഹലോ കിളി പോയാ? നമുക്കേ ഏതെങ്കിലും ഒരു പോഷ് റെസ്റ്റോറന്റിൽ പോയിരുന്ന് ബാക്കി ആരും സംസാരിക്കാം. അശോകേട്ടന്റെ ചായക്കട പോരെ? കോടീശ്വരനെ കുറിച്ച് സംസാരിക്കാൻ ചായക്കടയോ? റെസ്റ്റോറന്റിലെ കാശ് ഞാൻ കൊടുത്തോളാം. സത്യമാണോ അതോ തന്നോട് കള്ളം പറഞ്ഞതിന്റെ പ്രതികാരം തീർക്കാൻ എന്നെ കൊണ്ട് ഹോട്ടലിലെ അരിമാ വാട്ടിക്കാനാണോ ഭാവം? ഇങ്ങോട്ട് വാ അർജുൻ. സത്യമാണല്ലേ? സത്യല്ലേ? ധ്വനി, ഒടുക്കത്തോ ഇല്ലയാടി. നമുക്ക് ഐസ്ക്രീം വിൽക്കുന്ന ഏതെങ്കിലും വണ്ടിയിൽ നിന്ന് വാങ്ങി കഴിച്ചാ പോരെ? മനുഷ്യരെ നാണം കെടുത്താതിരിക്കോ? എന്താ സാർ വേണ്ടത്? എനിക്കൊരു സ്പാനിഷ് ഡിലൈറ്റ് പ്രീമിയം ഐസ്ക്രീം. ശരി മാഡം. എനിക്ക് ഒരു സ്പാനിഷ് ലൈം ജ്യൂസ്. അല്ലെങ്കിൽ വേണ്ട അത് വേണ്ട, സാധാ നാരങ്ങ മതി. ഓക്കെ സാർ. ഇപ്പൊ കൊണ്ടുവരാം. എന്തായാലും നമ്മൾ ബില്ലെന്ന് പറഞ്ഞ് ഒടുക്കത്തെ കാശ് കൊടുക്കണം. പിന്നെ എന്തിനാ ഇവിടെ ഇരുന്ന് വെയിൽ കൊള്ളുന്നേ? നമുക്ക് അകത്ത് കയറി ഈസിയിൽ വിശാലമായിട്ടിരുന്നൂടെ? ഇവിടെ ആവുമ്പോ നമുക്ക് ഇരുന്ന് നടന്നും ഒക്കെ സംസാരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ടാ ഞാൻ ഈ റെസ്റ്റോറന്റ് തന്നെ തിരഞ്ഞെടുത്തേ. അർജുൻ നമ്പർ 1 ഉടായിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഇത്തിരി കള്ളത്തരം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ അർജുനെ എക്സ്ക്യൂസ് ചെയ്തത്. എന്താ തന്റെ മനസ്സിലുള്ള കള്ളത്തരം? അത് പറഞ്ഞ എന്നെ കളിയാക്കോ? എന്നെ ഇനി തള്ളിഷ്ടെന്ന് വിളിക്കില്ലെങ്കിൽ ഞാൻ ശ്രമിക്കാം. പക്ഷെ എന്നെ കളിയാക്കാം, ഞാൻ കളിയാക്കും. അതാ എന്റെ പോളിസി. പോളിസി. ശരി, എങ്കിൽ ഞാൻ പറയാം. ഒരു കോടീശ്വരനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം.
അർജുൻ കോടീശ്വരനാണെന്ന് കരുതിയിട്ടാ വളയ്ക്കാൻ ഞാൻ ശ്രമിച്ചത്. അന്ന് പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാ ആ ഫാമിലി വന്ന് അർജുനെ പൊളിച്ചടക്കിയത്. ചിരിക്കുന്നോ? അമ്മാതിരി തള്ളല്ലേ നീ എന്നോട് തള്ളിയത്? ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയോ? ഓരോ സ്വപ്നത്തിലും ഞാൻ ഓരോരോ വിദേശ രാജ്യങ്ങളിലായിരുന്നു. ചിരിക്കാതെ എന്തു ചെയ്യും?